ഇപ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2640 ഖണ്ഡിക ആണ് ഞാൻ വായിക്കാൻ പോണേ. വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ പലപ്പോഴും ക്രിസ്തുവിൻ്റെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി വിസ്മയവും സ്തുതിയും പ്രകടമാക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അവ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെന്ന് ഊന്നി പറയുന്നു. അപ്പോൾ സുവിശേഷങ്ങളിൽ ക്രിസ്തുവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പ്രവർത്തികൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് വന്നപ്പോൾ എന്തുണ്ടായി? അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് വന്നപ്പോൾ അവ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയാൻ തുടങ്ങി, അല്ലേ? അല്ലെങ്കിൽ അവ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി അപ്പസ്തോലന്മാരും അല്ലേ ജനങ്ങളും. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത് എന്താണ്, ഞാൻ മറ്റൊരു സഹായകനെ അയക്കുമെന്ന് ഈശോ പറഞ്ഞു, അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷത്തിലല്ല. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒന്നും കൂടി അത് വായിക്കട്ടെ. വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ പലപ്പോഴും ക്രിസ്തുവിൻ്റെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി വിസ്മയവും സ്തുതിയും പ്രകടമാക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അവ, അതായത് ഈ അത്ഭുത കൃത്യങ്ങൾ, ക്രിസ്തുവിൻ്റെ ഈ അത്ഭുത കൃത്യങ്ങൾ, സുവിശേഷത്തിൽ നമ്മൾ കണ്ട ക്രിസ്തുവിൻ്റെ ഈ അത്ഭുത കൃത്യങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് ഊന്നി പറയുന്നു. പക്ഷേ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് ഊന്നി പറയുമ്പോഴും അത് ആരുടെ നാമത്തിലാണ്? അത് ഈശോൻ്റെ നാമത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഭാഗം എന്താണ്, അപ്പസ്തോല പ്രവർത്തനത്തിലെ ഒരു ഭാഗം, അപ്പസ്തോല പ്രവർത്തനം തന്നെ 3-ാം അധ്യായം, എന്താണ്, 3-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനം നിങ്ങളൊന്ന് നോക്കി. 6-ാമത്തെ വചനം നോക്കി. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 6-ാമത്തെ വചനം, അല്ലേ? സുവിശേഷങ്ങളിൽ ക്രിസ്തുവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് വന്നപ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് ഊന്നിപ്പറയുന്നു. മനസ്സിലായി? പക്ഷെ അത് ആരുടെ നാമത്തിലാണ്? അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതും ആരുടെ നാമത്തിലാണ്? അതാണ് കണ്ടോ, അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 6-ാമത്തെ വചനം പറഞ്ഞു. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഈ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം, അല്ലേ? സുന്ദര കവാടത്തിലിരിക്കുന്ന ജന്മനാ മുടന്തനായ അവന് സൗഖ്യം കൊടുക്കുകയാണ് പത്രോസും യോഹന്നാനും. അപ്പോൾ പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ. മനസ്സിലായോ? അപ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് ഊന്നി പറയുമ്പോഴും അവ ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് എന്നുള്ളതാണ്. ഞാൻ ഒന്നും കൂടി അത് വായിക്കാനാണ്. വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ പലപ്പോഴും ക്രിസ്തുവിൻ്റെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി വിസ്മയവും സ്തുതിയും പ്രകടമാക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അവ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് ഊന്നി പറയുന്നു. ജെറുസലേമിലെ സമൂഹം, അപ്പം 3-4 പോയിന്റ് എഴുതിയിരിക്കുകയാണ്, 3-4 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ്? ജെറുസലേമിലെ സമൂഹം. രണ്ടാമത്തേത് എന്താണ്? പത്രോസും യോഹന്നാനും സുഖപ്പെടുത്തിയ രോഗി. അതാണ് ഈ മുടന്തനായ, ജന്മനാ മുടന്തനായ ആ രോഗി. മനസ്സിലായോ? മൂന്നാമത്തേത് എന്താണ്? അതിൻ്റെ പേരിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ജനക്കൂട്ടം. നാലാമത്തേത് എന്താണ്? സന്തോഷിക്കുകയും ദൈവവചനത്തെ സ്തുതിക്കുകയും ചെയ്ത പിസിദിയക്കാരായ വിജാതിയർ. അപ്പം ഇങ്ങനെ 4 പോയിന്റുകൾ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിലേക്കൊക്കെ വരുന്നതിന് മുൻപേ വീണ്ടും ഈ 2640 ഖണ്ഡികയുടെ ആദ്യത്തെ സെൻറ്റൻസിലേക്ക് നമ്മളൊന്നും കൂടി പോവുകയാണ്. എന്തെന്നാണ്? വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ പലപ്പോഴും ക്രിസ്തുവിൻ്റെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി വിസ്മയിക്കുകയും അല്ലെങ്കിൽ വിസ്മയവും സ്തുതിയും പ്രകടമാക്കി. അപ്പോൾ സുവിശേഷങ്ങളിൽ മുഴുവനും ക്രിസ്തുവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ, അതായത് മുടന്തനായ അവനെ സൗഖ്യമാക്കി, അന്ധന് കാഴ്ച നൽകി, ഇതെല്ലാം
മരിച്ചവരെ അല്ലേ എന്ത് ചെയ്തു, പുനർജീവിപ്പിച്ചു. അപ്പം ഇത്രയും അത്ഭുതങ്ങളെല്ലാം നടക്കുമ്പോഴും വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതം എഴുതി വെച്ചിരിക്കുകയാണ്. അതെന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു ഭാഗമാണ്. ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് എന്താണ്, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായമാണ്. പഠന ബൈബിള് ഉള്ളവർ പഠന ബൈബിൾ എടുക്കുക, പഠന ബൈബിൾ ഉള്ളവർ പഠന ബൈബിൾ എടുത്തേ. എന്നിട്ട് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം, ആ 15-ാം അധ്യായം ഞാനൊന്ന് വായിക്കാൻ പോകണം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം എടുത്തോ നിങ്ങളെല്ലാവരും? ഞാൻ പറയണത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ പഠന ബൈബിളിൽ നിന്നാണ് ഞാൻ വായിക്കാൻ പോണത്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. ഇപ്പം കാണാതായ ആടിൻ്റെ ഉപമ എന്ന ഒരു ഉപമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈശോ തുടങ്ങുന്നത്. ചുങ്കക്കാരും പാപികളുമെല്ലാം അവനെ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടൊത്തു ഭക്ഷിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. ആര്? ഈശോ അവരോട്, അതായത് ഈ ഫരിസേയരും നിയമജ്ഞരുമായ ഈ പിറുപിറുത്ത ഈ ജനക്കൂട്ടത്തോട് ഈശോ ഈ ഉപമ പറയുകയാണ്. 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ നിങ്ങളിൽ ആരാണ് 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ തൻ്റെ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി അവരോട് പറയും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, നഷ്ടപ്പെട്ട എൻ്റെ ആടിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ മാനസാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാരെയും കുറിച്ച് എന്നതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയും. അപ്പം ഇങ്ങനെ ഒരു ഉപമ ഈശോ അവരോട് പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പം ഇങ്ങനെ ഉള്ള ഈ ഉപമ, അത് കാണാതായ ആടിൻ്റെ ഉപമയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അല്ലേ ഭവനത്തിന് പുറത്ത് നഷ്ടപ്പെട്ടതാണ്. പുറത്ത് നഷ്ടപ്പെട്ട ആടിനെ കുറിച്ചാണ് ആദ്യത്തെ ഉപമ. എന്നാൽ രണ്ടാമത്തെ ഉപമ ശ്രദ്ധിച്ചോ? രണ്ടാമത്തെ ഉപമ കാണാതായ നാണയത്തിൻ്റെ ഉപമ. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പം അത് നമുക്ക് വായിക്കാം. ഏതു സ്ത്രീയാണ് 10 നാണയം ഉണ്ടായിരിക്കെ അതിൽ 1 നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടുവോളം അവധാനപൂർവം അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, നഷ്ടപ്പെട്ട എൻ്റെ നാണയം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം ഇവിടെ ആടിൻ്റെ ഉപമ പറഞ്ഞപ്പോൾ അത് പുറത്ത് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നതെങ്കിൽ, ഈ കാണാതായ നാണയത്തിൻ്റെ ഉപമ അത് ഭവനത്തിൽ നഷ്ടപ്പെട്ട, മനസ്സിലായോ, ഭവനത്തിൽ നഷ്ടപ്പെട്ട ഒരു നാണയത്തെക്കുറിച്ചാണ് ഈ ഉപമ ഈശോ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ കാണാതായ ആടിൻ്റെ ഉപമയിൽ ഫസ്റ്റ് തന്നെ എന്താണ്, 2 വിഭാഗക്കാരെ അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആരൊക്കെയാണ് ആ 2 വിഭാഗക്കാർ? ഒന്ന് ചുങ്കക്കാരും പാപികളും. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. 2 വിഭാഗക്കാരാണ്, 2 ടീമുകളെ കർത്താവ് അവിടെ ചൂണ്ടിക്കാണിക്കുക. എന്തൊക്കെയാണ്? ചുങ്കക്കാരും പാപികളും. പിന്നെ രണ്ടാമത്തെ വിഭാഗക്കാരാണ് ഫരിസേയരും നിയമജ്ഞരും. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കേട്ടോ. ചുങ്കക്കാരും പാപികളും. പിന്നെ രണ്ടാമത് എന്താണ്? ഫരിസേയരും നിയമജ്ഞരും. പിന്നെ രണ്ടാമത്തെ ഉപമയിൽ എന്താ പറഞ്ഞേ? കാണാതായ നാണയത്തിൻ്റെ ഉപമയിൽ എന്താ പറഞ്ഞേ? അത് ഭവനത്തിൽ നഷ്ടപ്പെട്ടതാണ്. ഇനി മൂന്നാമത്തെ ഉപമ, അത് ധൂർത്തുപുത്രൻ്റെ ഉപമ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ പറയണതാണ് 2 പുത്രന്മാരെ കുറിച്ചാണ് ആ ഉപമയിൽ പ്രതിപാദിക്കുന്നത്. മനസ്സിലായോ? 2 പുത്രന്മാരെ കുറിച്ച്. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ആ പുത്രന്മാരിൽ
ഇളയവനെ കുറിച്ചുള്ള ഒരു നഷ്ടപ്പെട്ടു പോയ ഇളയ മകനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പ്രത്യേകിച്ച്. അപ്പം ഞാനതൊന്ന് വായിക്കട്ടെ. ധൂർത്തുപുത്രൻ്റെ ഉപമ. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവെ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് തനിക്കുള്ളത് ദുർവ്യയം ചെയ്തു. അവൻ എല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശമാകെ ഒരു കഠിന ക്ഷാമമുണ്ടാകുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് ആശ്രയം തേടി. അയാൾ അവനെ പന്നികളെ തീറ്റാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിട് കൊണ്ട് വിശപ്പ് മാറ്റാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ തന്നിലേക്ക് തിരിഞ്ഞ്, ശ്രദ്ധിക്കണോട്ടോ, നിങ്ങൾ ആ പഠന ബൈബിളിൽ ശ്രദ്ധിക്കണേ, അതിനാണ് ഞാൻ പഠന ബൈബിൾ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ തന്നിലേക്ക് തിരിഞ്ഞ് അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ കൂലിക്കാർക്ക് സുഭിക്ഷമായി ഭക്ഷണമുണ്ട്. ഞാനോ ഇവിടെ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. എന്നെ നിന്റെ കൂലിക്കാരിൽ ഒരുവനാക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ചു തന്നെ പിതാവ് അവനെ കണ്ടു. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അപ്പോൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനൊരു ഇമേജ് ഇന്നലെ 2 ദിവസം മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചോ? നിങ്ങളാരെങ്കിലും ഒരു ഇമേജ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അത് ആരും ശ്രദ്ധിച്ചു അല്ലേ? ശ്രദ്ധിച്ചായിരുന്നോ? ആരൊക്കെ ശ്രദ്ധിച്ചു? ബാക്കി ആരൊക്കെ ശ്രദ്ധിച്ചു? ഒന്ന് റിപ്ലൈ തന്നെ. ഒരു അങ്ങനെ ഒരു അല്ലേ, ഒരു ഷെയ്ക്ക് ഹാൻഡ്, എന്താ ഇത്, ഒരു തംസപ്പ് പോലെ കാണിച്ചാലും മതി ആരൊക്കെയാണ് ശ്രദ്ധിച്ചതെന്നുള്ളത്. എന്നിട്ട് അതിലെന്ത് മനസ്സിലായി നിങ്ങൾക്ക്? വേറെ ആരും ശ്രദ്ധിച്ചില്ല അത്. അപ്പോൾ അതാണ് നമ്മളത് ഇട്ടിട്ട് ആരും ശ്രദ്ധിച്ചില്ല അല്ലേ? എന്തിനാ ഞാനത് ഇട്ടേന്നറിയോ? ആ ചിത്രം എന്തിനാ ഇട്ടേന്നറിയോ? അത് കാണാതെ അല്ലേ, ഈ ധൂർത്തുപുത്രൻ്റെ ഉപമയിലെ ഈ ഇളയ മകൻ തിരിച്ചു വരുന്ന രംഗമാണ് അത്. മനസ്സിലായോ? തിരിച്ചു വരുന്ന രംഗം ആണ് ആ ചിത്രം. മനസ്സിലായോ? അപ്പോൾ അതിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ആ പിതാവ് പുത്രനെ, നഷ്ടപ്പെട്ടു പോയ തൻ്റെ പുത്രനെ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ അല്ലേ, ആലിംഗനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 കരങ്ങൾ, പിതാവിൻ്റെ 2 കരങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ ആ ഇമേജ് ഒന്ന് എടുത്ത് നോക്കിയേ. ആ 2 കരങ്ങൾക്ക് എന്താണ് പ്രത്യേകത? ഒന്ന് സൂം ചെയ്ത് നോക്കിയേ. ആ 2 കരങ്ങൾ എന്താണ് പ്രത്യേകത എന്നുള്ളത് മനസ്സിലായോ? ആ 2 കരങ്ങൾക്ക് എന്താണ് പ്രത്യേകത? ആ 2 കരങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? അത് ശ്രദ്ധിച്ചിരുന്ന ആരെങ്കിലും എപ്പോഴെങ്കിലും? ആരെങ്കിലും എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? എന്താണ്? അപ്പോൾ ആ ചിത്രത്തിൻ്റെ പ്രത്യേകത ഇതാണ്. അതായത് വലതുകരം ഇടതുകരവും, വലതുകരവും ഇടതുകരവും കൂടി ഒന്ന് നിങ്ങൾ നോക്കിയേ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ വലതുകരത്തിനും ഇടതുകരത്തിനും? വലതുകരത്തിനും ഇടതുകരത്തിനും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ വലതുകരം മാതാവിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കരത്തെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരു സ്ത്രീയുടെ കരമാണ്. ഇടതുകരം ഒരു അല്ലെങ്കിൽ പിതാവിൻ്റെ കരം, ഒരു പുരുഷൻ്റെ കരമാണ്. മനസ്സിലായോ? അപ്പോൾ വലതുകരം മാതാവിൻ്റെയും ഇടതുകരം പിതാവിൻ്റെയും കരങ്ങളായിട്ടാണ് അതിനെ
എന്താണ് സഭ ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹത്തെ അത് നമ്മൾക്ക് മുമ്പിൽ വരച്ചു കാട്ടുകയാണ്. അപ്പോൾ ഈ അർത്ഥമാണ് ആ ചിത്രത്തിനുള്ളതെന്ന് ഞാൻ പറയണമായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇനി പിന്നീട് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിപ്പോൾ ഇത് ശ്രദ്ധിച്ചോ, ഇനി ശ്രദ്ധിച്ചോ, നോക്കിക്കോ. അവൻ എഴുന്നേറ്റ് അവൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം മേലങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും പാദത്തിൽ ചെരിപ്പും അണിയിക്കുവിൻ. കൊഴുപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എന്തെന്നാൽ എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ പഠന ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ ഓരോ വചനങ്ങളും വായിക്കുമ്പോൾ. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതവും നൃത്താഘോഷവും കേട്ടു. അവനൊരു വേലക്കാരനെ വിളിച്ച് എന്താണിതൊക്കെ എന്ന് തിരക്കി. അവൻ പറഞ്ഞു, നിന്റെ സഹോദരൻ വന്നിട്ടുണ്ട്. അവനെ സുഖമായി തന്നെ തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുപ്പിച്ച കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ ക്രുദ്ധനായി അല്ലേ, അവൻ ദേഷ്യപ്പെട്ട് അകത്തു കയറാൻ വിസമ്മതിച്ചു. അപ്പോൾ പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പനകൾ ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നിട്ടില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുപ്പിച്ച കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എൻ്റേതെല്ലാം നിൻ്റേതാണ്, അല്ലെങ്കിൽ എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. മനസ്സിലായോ? അപ്പോൾ മൂത്ത മകനെ പിതാവ് വിളിക്കുകയാണ്, മകനെ, നീ എന്നോട് കൂടെ എപ്പോഴും ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടവനായിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. നമ്മൾ സാധാരണ എപ്പോഴും ഈ സുവിശേഷ ഭാഗം, ഇപ്പോൾ സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നൊക്കെ ഇതിനെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടില്ല. അപ്പോൾ ഈ സുവിശേഷ ഭാഗമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ മിക്കപ്പോഴും ധൂർത്തുപുത്രനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുക ഈ ഒരു സുവിശേഷ ഭാഗത്തിൽ. മൂത്ത മകനെ നമ്മളെപ്പോഴും മൈൻഡ് ചെയ്യൽ കുറവാണ് അല്ലേ? മൂത്ത മകനെ മൈൻഡ് ചെയ്യൽ കുറവാണ്. ശ്രദ്ധിക്കണേ, നിങ്ങൾ ആ പഠന ബൈബിളിൻ്റെ ഫുട് നോട്ട് നോക്കിയേ. നിങ്ങൾ ഫുട് നോട്ടിൽ 15-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനം ഫുട് നോട്ടിൽ നോക്കിയേ. ഫുട് നോട്ടിൽ മൂത്ത മകൻ ആരുടെ പ്രതിനിധിയാണെന്ന് എഴുതിയിരിക്കണേ. മൂത്ത മകൻ ആരുടെ പ്രതിനിധിയാണ്? കണ്ടോ നിങ്ങൾ? കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പറയണേ എൻ്റെ അടുത്ത് കേട്ടോ. ആ പഠന ബൈബിളിൻ്റെ ഫുട് നോട്ടിൽ എഴുതിയിരിക്കണുണ്ടോ? 15-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനം ഫുട് നോട്ട് നോക്ക്. മൂത്ത മകൻ എന്ന് എഴുതിയിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ആരുടെ പ്രതിനിധിയാണെന്ന്? ഫരിസേയരുടെയും നിയമജ്ഞരുടെയും പ്രതിനിധിയാണ് ആര്? മൂത്ത മകൻ. മനസ്സിലായോ? അപ്പം ഞാനൊന്നും കൂടി ഈ 25
29-ാമത്തെ വചനം മുതലൊന്നും കൂടി വായിക്കട്ടെ. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു. കണ്ടോ, ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു. ഈ പിതാവ് അവനെ ഇതിൻ്റെ അടിയിലേക്ക്, ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ എന്താ വിളിച്ചതെന്നാ നമ്മൾ കേട്ടെ, വായിച്ചത്, മകനേ. മനസ്സിലായോ? പക്ഷെ ഇവൻ പറയണ എന്താണ്? ഇവൻ എന്താ പറയണേ? ഈ മൂത്ത മകൻ എന്താ പറയണേ പിതാവിനോട്? നോക്കൂ, ഞാൻ എത്ര വർഷമായി നിനക്ക് ദാസവേല ചെയ്യുന്നു. അതായത് ഇവൻ ഓൾറെഡി, അതായത് നേരത്തെ തന്നെ ഇവൻ ദൈവരാജ്യത്തിലാണ്, ആ പിതാവിൻ്റെ സ്നേഹത്തിലാണ്. എന്നിട്ടും അവന് എന്ത് മനസ്സിലാകുന്നില്ല? അവൻ പിതാവിൻ്റെ ഭവനത്തിലാണെന്നും പിതാവിൻ്റെ സ്നേഹത്തിൽ ആ പരിപാലനയിലാണ് ഇവൻ ജീവിക്കുന്നത് എന്നുള്ള ഒരവസ്ഥ ഇവനില്ല. അങ്ങനെ ഒരു അനുഭവം ഇവന് കിട്ടുന്നില്ല. പറയണ മനസ്സിലാവുണ്ടോ? മൂത്ത മകന് എന്തിൻ്റെ അനുഭവമില്ല? അവൻ നേരത്തെ തന്നെ ദൈവരാജ്യത്തിലാണ്, പിതാവിൻ്റെ ഭവനത്തിലാണ്. പക്ഷെ ആ അനുഭവം അവനില്ല. എന്തുകൊണ്ടാണ്? അവൻ ആരുടെ പ്രതിനിധിയാണ്? മൂത്ത മകൻ ആരുടെ പ്രതീകമാണ്? ഫരിസേയരുടെയും നിയമജ്ഞരുടെയും. ഈ അർത്ഥത്തിലാണ് നമ്മൾ ആ 15-ാം അധ്യായത്തിൻ്റെ ആ ആദ്യത്തെ വചനഭാഗങ്ങൾ വായിക്കേണ്ടത്. എന്തെന്നാണ്? ചുങ്കക്കാരും പാപികളുമെല്ലാം അവനെ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു. കണ്ടു, ഇപ്പം ഈ ഇളയ മകൻ തിരിച്ചു വന്നപ്പോൾ ആര് പിറുപിറുത്തു? ഇളയ മകൻ തിരിച്ചു വന്നത് കണ്ടിട്ട് ആര് പിറുപിറുത്തു? ക്രുദ്ധനായി പുറത്തിരുന്നു. ആര്? മൂത്ത മകൻ. അപ്പന് വല്ല കാര്യമുണ്ടോ ഇവനെ സ്വീകരിക്കേണ്ടത്? ഈ വേശ്യകളോട് കൂട്ടുചേർന്നു. കണ്ടോ, ആ വാക്കുകളൊക്കെ കണ്ടോ? ശ്രദ്ധിക്കണേ, മനസ്സിലായോ? അപ്പം ഇവൻ ദൈവരാജ്യത്തിലാണ്, ആ പിതാവിൻ്റെ ഭവനത്തിൽ, ആ പിതാവിൻ്റെ സ്നേഹത്തിൽ അവൻ ജീവിച്ചിട്ട് കൂടി അവൻ എന്ത് അനുഭവപ്പെടുന്നില്ല? അനുഭവപ്പെടുന്നില്ല? അവന് ആ പിതാവിൻ്റെ സ്നേഹമോ ആ ദൈവരാജ്യത്തിലെ പരിപാലനയോ അവൻ അനുഭവപ്പെടുന്നില്ല. മനസ്സിലാവുണ്ടോ? ഇതാണ് കാണാതായ നാണയത്തിൻ്റെ ഉപമ. ഭവനത്തിൽ നഷ്ടപ്പെട്ട, ഞാൻ പറഞ്ഞു പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഭവനത്തിൽ നഷ്ടപ്പെട്ട നാണയം. അതാരാണ്? ഭവനത്തിൽ നഷ്ടപ്പെട്ട നാണയം അതാരാണ്? ആരെയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്? കാണാതായ നാണയത്തിൻ്റെ ഉപമ പറഞ്ഞുകൊണ്ട് ഈശോ ആരെയാണ് ചൂണ്ടിക്കാട്ടണേ? ഫരിസേയരും നിയമജ്ഞരുമായ അവരെ പ്രതിനിധീകരിക്കുന്ന ഈ മൂത്ത മകൻ. മനസ്സിലായി? അവൻ സ്വഭവനത്തിൽ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു ചുരുക്കെഴുത്ത് മനസ്സിലായോ? സ്വഭവനത്തിൽ തന്നെ നഷ്ടപ്പെട്ട നാണയം, അത് മൂത്ത മകനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ മൂത്ത മകൻ ഫരിസേയരെയും നിയമജ്ഞരെയുമാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിൽ ഇളയ മകൻ ആരെയായിരിക്കും പ്രതിനിധീകരിക്കുക? ആരുടെ പ്രതിനിധിയായിരിക്കും? മനസ്സിലാവുണ്ടോ? ഈ ചുങ്കക്കാരും പാപികളുമെല്ലാം, കണ്ടോ ആദ്യത്തെ വചനം നോക്കിയേ, 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വചനം, ചുങ്കക്കാരും പാപികളുമെല്ലാം അവനെ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. കണ്ടോ, ചുങ്കക്കാരും പാപികളുമെല്ലാം. അപ്പോൾ ആരുടെ പ്രതിനിധിയാണ് ഇളയ മകൻ? ചുങ്കക്കാരുടെയും പാപികളുടെയും പ്രതിനിധിയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ മൂത്ത മകൻ ആരുടെ പ്രതിനിധിയാണ്? ഫരിസേയരുടെ. അപ്പോൾ ആര് പിറുപിറുത്തു? ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു എന്ന് പിന്നെ അടിയിലേക്ക് നമ്മൾ വായിക്കണം. ഇവൻ പാപികളോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈശോ ഈ ഉപമ അവരോട് പറയാം. ഒരാൾക്ക് 100 ആടുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാട് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ ആട് നഷ്ടപ്പെട്ടു പോയത് അല്ലേ ദൂരദേശത്തേക്ക് പോയി അല്ലേ? ഇളയ മകൻ തൻ്റെ സ്വത്തെല്ലാം ശേഖരിച്ച് ദൂരദേശത്തേക്ക് പോയി. മനസ്സിലായോ? പുറത്ത് നഷ്ടപ്പെട്ട അവസ്ഥ. അപ്പോൾ കാണാതായ ആടിൻ്റെ ഉപമ അല്ലേ ആരെക്കുറിച്ചാണ് പറയുന്നത്? കാണാതായ ആടിൻ്റെ ഉപമ ആരെക്കുറിച്ചാണ് പറയണേ? ഇളയ മകനെ കുറിച്ച്. മനസ്സിലായോ? കാണാതായ
കാണാതെ പോയ ആടിൻ്റെ ഉപമയിൽ ആരെയാണ് കർത്താവ് ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കണേ? ഇളയ മകനെ. മനസ്സിലായേ? അല്ലെങ്കിൽ ധൂർത്തുപുത്രൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഇളയ മകൻ. മൂത്ത മകൻ ആരാണ്? ഭവനത്തിൽ നഷ്ടപ്പെട്ട നാണയത്തിൽ നാണയം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മളിത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2640 ഇങ്ങനെയാണ് ആ ഖണ്ഡിക തുടങ്ങുന്നത്. വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ പലപ്പോഴും ക്രിസ്തുവിൻ്റെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി വിസ്മയവും സ്തുതിയും പ്രകടമാക്കുന്നു. തീർച്ചയായിട്ടും ഇത് യേശോ ചെയ്ത രോഗശാന്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുരുടനെ സൗഖ്യപ്പെടുത്തി, കാഴ്ച നൽകി. ഇപ്പം ഇന്നും ലത്തീൻ ആരാധനക്രമത്തിൽ കാഴ്ച നൽകിയ സുവിശേഷത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. മനസ്സിലായി? വായന സുവിശേഷം. കാഴ്ച തിരിച്ചു കിട്ടിയ അന്ധൻ്റെ സുവിശേഷ ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? ലാസറിനെ ഉയർപ്പിച്ചു അല്ലേ? അപ്പം ഇതെല്ലാം യേശു ചെയ്ത അത്ഭുത കൃത്യങ്ങളാണ്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മഹാ അത്ഭുതമാണ് ഈ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. എന്തെന്ന്? ഈ കാണാതെ പോയ ആടിൻ്റെ ഉപമയും കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമയും പിന്നെ ധൂർത്തുപുത്രൻ്റെ ഉപമ എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു ഉപമ പറഞ്ഞിട്ട് അതിൽ ഈ 2 ഉപമകളെയും സാംശീകരിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ. എന്നിട്ട് ഈ 2 മൂന്നാമത്തെ ഉപമ എന്തെന്ന് പറഞ്ഞു? ധൂർത്തുപുത്രൻ്റെ ഉപമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ 2 പുത്രന്മാരുടെയും പ്രതിനിധികളാക്കിക്കൊണ്ട് മറ്റു 2 ആദ്യം പറഞ്ഞ 2 ഉപമകളെയും അവരിൽ സാംശീകരിച്ചിരിക്കുന്നു. മനസ്സിലാവുണ്ടോ പറയണേ? മനസ്സിലായോ? അപ്പം ഇതിൽ കൂടുതൽ വലിയ എന്ത് അത്ഭുതമാണ് സുവിശേഷത്തിൽ നമുക്കിനി കാണാനുള്ളത്? നമ്മൾക്ക് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ക്യാൻസർ രോഗം മാറിയതും അങ്ങനെ രോഗങ്ങൾ മാറുന്നു. അതൊക്കെ വലിയ അത്ഭുതം തന്നെയാണ്, ഇല്ലെന്നല്ല. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഒരു പാപിയുടെ മാനസാന്തരം, അതല്ലേ ഏറ്റവും ഉയർത്തി ഉന്നതമായ അവസ്ഥയിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം. മനസ്സിലായോ? അപ്പം എന്നെ സംബന്ധിച്ച്, എൻ്റെ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷത്തിൽ ഏറ്റവും എന്നെ സ്പർശിച്ചതും എൻ്റെ ജീവിതാവസ്ഥയും എല്ലാം ഉള്ളതും ഒക്കെയുള്ള ഒരു സുവിശേഷ ഭാഗം, എന്നെ കൂടുതൽ സ്പർശിച്ചതും എന്നെ ചിന്തിപ്പിച്ചതും എന്നെ കരയിപ്പിച്ചതും ആയ ഒരു സുവിശേഷ ഭാഗം ഈ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. മനസ്സിലായി? അപ്പോൾ ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2640 ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് കണ്ടോ? ആദ്യമേ തന്നെ വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ പലപ്പോഴും ക്രിസ്തുവിൻ്റെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി വിസ്മയവും സ്തുതിയും പ്രകടമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് യേശു ഉയർത്തെഴുന്നേൽപ്പിച്ച അല്ലെങ്കിൽ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്ന ലാസറിനെയോ കാഴ്ച കൊടുത്ത അന്ധന്മാരെയോ മുടന്തന് സൗഖ്യം കിട്ടിയ ആ കാര്യങ്ങളോ മറ്റത്ഭുതങ്ങളോ ഒന്നുമല്ല എൻ്റെ ഹൃദയത്തിൽ വന്നത്. എൻ്റെ ഹൃദയത്തിൽ വന്നത് ഈ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. മനസ്സിലായോ? അപ്പം ഈ കാണാതെ പോയ ആടിൻ്റെ ഉപമയും ഈ കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമയും എവിടെ വന്നു ചേരുന്നു? ഈ 2 പുത്രന്മാരിൽ വന്ന് ചേരുന്നു. മനസ്സിലായോ? ആ 2 ഉപമകളും ഈ ധൂർത്തുപുത്രൻ്റെ ഉപമയിൽ അത് എന്താ പറയണേ, എങ്ങനെയാണ് അതിൻ്റെ വാക്ക്? അതിലധിഷ്ഠിതമാണ്. ആ ധൂർത്തുപുത്രൻ്റെ ഉപമയിൽ അധിഷ്ഠിതമാണ് ഈ അതിനു മുൻപ് പറഞ്ഞ 2 ഉപമകൾ. മനസ്സിലാവുന്നുണ്ട്? അതിൻ്റെ പഠന ബൈബിളിൽ തന്നെ നമുക്ക് നോക്കാനാണെങ്കിൽ അതിൻ്റെ ഫുട്നോട്ട്, ഈ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം തുടങ്ങുന്നതിൻ്റെ ഫുട്നോട്ട് നോക്കിയേ. 15-ാം അധ്യായം 1 മുതൽ ഫുട്നോട്ട് നോക്കിയേ. ഫുട്നോട്ടിൽ ചില കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ.
അതൊന്ന് ഓടിച്ചു വായിക്കട്ടെ. ഫുട്നോട്ടാണ് കേട്ടോ, ഫുട്നോട്ടാണ്, അടിക്കുറിപ്പ്, പഠന ബൈബിളിൻ്റെ അടിക്കുറിപ്പ്. ആ 15-ാം അധ്യായം 1 മുതൽ 32 വരെയുള്ള വചനങ്ങളെന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. കാണാതെ പിന്നെ ഒരു കാര്യം കൂടി, അത് വായിക്കണേക്കുമ്പോൾ ഒരു കാര്യം കൂടി, ഈ കാണാതെ ആയ നാണയത്തിൻ്റെ ഉപമയും ധൂർത്തുപുത്രൻ്റെ ഉപമയും ഇത് വേറൊരു സുവിശേഷത്തിലും ഇല്ല. മനസ്സിലായോ? വേറൊരു സുവിശേഷത്തിലും അത് എഴുതിയിട്ടില്ല. ഏതെഴുതിയിട്ടില്ല? കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമയും ധൂർത്തുപുത്രൻ്റെ ഉപമയും വേറൊരു സുവിശേഷത്തിലും പറഞ്ഞിട്ടില്ല. മനസ്സിലാവുണ്ടോ? ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമേ ഈയൊരു ഈ ഭാഗം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. വേറൊരു സുവിശേഷത്തിലും കാണാതെ പോയ ആടിൻ്റെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. മനസ്സിലായ? മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പക്ഷേ കാണാതെ ആയ നാണയത്തിൻ്റെ ഉപമയെക്കുറിച്ചോ ധൂർത്തുപുത്രൻ്റെ ഉപമയെക്കുറിച്ചോ മറ്റൊരു സുവിശേഷത്തിലും പ്രതിപാദിക്കുന്നില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതിൻ്റേതായ വലിയൊരു എന്താ പറയുക, അത്രത്തോളം വലിയൊരു മഹത്തായ ഒരു കാര്യമാണ് ഇതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനെന്നും കൂടിയാണ്. മനസ്സിലാവുണ്ടോ? അപ്പം ഞാൻ ആ ഫുട് നോട്ടിലൊന്ന് വായിക്കട്ടെ. 15-ാം അധ്യായം 1 മുതൽ ഫുട്നോട്ടെ, അടിക്കുറിപ്പ് നോക്കേ. കാണാതായ ആടിൻ്റെ ഉപമ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ലൂക്ക ഉദ്ധരിക്കുന്നു. കണ്ടോ? കാണാതായ ആടിൻ്റെ ഉപമ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ലൂക്ക ഉദ്ധരിക്കുന്നു. പിന്നെ പറയാണ് കാണാതായ നാണയത്തിൻ്റെ ഉപമയും ധൂർത്തപുത്രൻ്റെ ഉപമയും ഈ അധ്യായത്തിലുണ്ട്. എന്നിട്ട് പിന്നെ പറയാണ് ഇടറിപ്പോകുന്നവരെ കുറിച്ചുള്ള ഉത്കണ്ഠ. ആ ഇടറിപ്പോകുന്നവരെ കുറിച്ചുള്ള ആരാണ് ഇടറിപ്പോയത്? ആരാണ് പിറുപിറുത്തത്? ഫരിസേരും നിയമജ്ഞരും. അതാണ് ഇടറിപ്പോകുന്നവരെ കുറിച്ചുള്ള ഉത്കണ്ഠ. അനുതാപിയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹവും ചിത്രീകരിക്കുവാനുള്ള സുവിശേഷകൻ്റെ സവിശേഷ താല്പര്യം ഈ വിവരണത്തിൽ പ്രകടമാണ്. കണ്ടോ? ആ ഭാഗത്ത് തന്നെ ആ ഒരു പാരഗ്രാഫിൽ തന്നെ ഇതിൻ്റെ ഒരു കണ്ടന്റ് എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉള്ളടക്കം വന്നിരിക്കുന്നു. മനസ്സിലാവുണ്ടോ? ഇടറിപ്പോകുന്നവരെ കുറിച്ചും അനുതാപിയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹവും. ഇടറിപ്പോകുന്നവരാരാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? പിറുപിറുത്തത് ആരാണ്? അവരാണ് ഇടറിപ്പോകുന്നവർ. അപ്പോൾ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും പ്രതിനിധിയായി നിൽക്കുന്ന മൂത്ത മകന് അവൻ സ്വർഗരാജ്യത്തിലാണെന്നുള്ള പിന്നെ മറ്റുള്ള ഫുട്നോട്ടുകൾ നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. അത് അവരോടൊത്ത് ഭക്ഷിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. 10 നാണയം എൻ്റെ ഓഹരി. അപ്പം കെട്ടിപ്പിടിക്കുക. കണ്ടോ? അത് ഞാൻ ഒന്ന് വായിക്കട്ടെ. ഫുട്നോട്ടിലെ 15-20 വചനം. കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ കഴുത്തിലേക്ക് വീഴുക എന്നർത്ഥമുള്ള പ്രയോഗമാണ് ഇവിടെ. മനസ്സിലായോ? കഴുത്തിലേക്ക് വീഴുക. ഇതൊക്കെ പഠന ബൈബിളിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പഠന ബൈബിളിൻ്റെ ആവശ്യകത ഞാൻ പറഞ്ഞിട്ടുള്ളതും നമ്മളത് മേടിക്കണമെന്ന് പറഞ്ഞതും മേടിച്ചിരിക്കണതും നമ്മൾ അതിൽ നിന്ന് വായിക്കണതൊക്കെ. എന്നർത്ഥമുള്ള പ്രയോഗം എന്താണ്? ഗ്രീക്ക് ഭാഷയിൽ കഴുത്തിലേക്ക് വീഴുക. ഈ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ പിതാവ്? ഇളയ മകൻ ധൂർത്തുപുത്രൻ തിരിച്ചു വന്നപ്പോൾ. അപ്പം അതിൻ്റെ ഗ്രീക്ക് ഭാഷ കഴുത്തിലേക്ക് വീഴുക എന്നുള്ളതാണ്. ആ പ്രയോഗമാണ് ഇവിടെ കൊടുത്തിരിക്കണേ. എന്നിട്ട് പറയാണ് പൂർവ്വപിതാക്കന്മാരുടെ പുനഃസമാഗമ വേള. കണ്ടോ? പൂർവ്വപിതാക്കന്മാരുടെ പുനഃസമാഗമ വേള എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞു. എന്ത്? ഏസാവും യാക്കോബിൻ്റെയും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഏസാവും യാക്കോബിൻ്റെയും ആ അല്ലേ കണ്ടുമുട്ടലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? കഴിഞ്ഞ ആഴ്ചയാണോ അതിൻ്റെ മുമ്പത്തെ ആഴ്ചയാണോ? പിന്നെ അതുകൂടാതെ കഴിഞ്ഞ ആഴ്ച എന്ത് പറഞ്ഞു? സാവൂളും ദാവീദിൻ്റെയും കൂടിക്കാഴ്ചയൊക്കെ പറഞ്ഞു. അപ്പോൾ ദാവീദ് എന്താണ് അല്ലേ സാഷ്ടാംഗം വീണ് വിധേയത്വം കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. മനസ്സിലായോ? അപ്പം ഇതെല്ലാം പൂർവ്വപിതാക്കന്മാരുടെ പുനഃസമാഗമ വേളകളെ അനുസ്മരിപ്പിക്കുന്നതാണ് പിതാവിൻ്റെ പ്രവൃത്തികൾ. കണ്ടോ? അപ്പം അതിനൊക്കെല്ലാം ആ അർത്ഥവും കൂടി ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും കൂടി വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരിക. അപ്പം അത് ഞാനൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ഇടയിൽ വായിച്ചെന്നുള്ളൂ. ഫുട് നോട്ടൊക്കെ നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. എന്നിരുന്നാലും ഞാൻ അതിൻ്റെ ഒരു ഇത് വായിച്ചെന്നുള്ളൂ. ഇപ്പം ഇവിടെ ഒന്നും കൂടി നോക്കിയേ. അപ്പം മൂത്ത മകൻ ഓൾറെഡി പിതാവിൻ്റെ കൂടെയാണ്
ദൈവരാജ്യത്തിലാണ്, അവൻ സ്വന്തം ഭവനത്തിലാണ്, അവൻ മകനാണ്. എന്നിട്ട് കൂടിയും അവൻ മകനാണെന്നുള്ള ഒരവസ്ഥയോ ഒരു തോന്നലോ അനുഭവമോ അവനില്ല. മനസ്സിലാവുണ്ടോ? പക്ഷെ പന്നിക്കൂട്ടിലായിരിക്കുന്ന ഇളയ മകനായ ആ ധൂർത്തപുത്രനോ അവനെന്താ പറഞ്ഞെന്നൊന്ന് വായിച്ചേ. അവനെന്താ പറഞ്ഞത്? 16 മുതലുള്ള വചനങ്ങൾ ഒന്ന് നോക്കി. 15-ാം അധ്യായത്തിൽ 16 മുതലുള്ള വചനങ്ങളൊന്ന് നോക്കി. പന്നി തിന്നിരുന്ന തവിട് കൊണ്ട് വിശപ്പ് മാറ്റാൻ അവൻ ആശിച്ചു, പക്ഷെ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ തന്നിലേക്ക് തിരിഞ്ഞ് അവൻ പറഞ്ഞു. കണ്ടോ? അപ്പോൾ തന്നിലേക്ക് തിരിഞ്ഞ് അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ, കണ്ടോ, എൻ്റെ പിതാവ് എന്ന് അവൻ അങ്ങനെ പറയണമ്പോൾ, എൻ്റെ പിതാവ് എന്ന് അവൻ അങ്ങനെ പറയണമെന്നെങ്കിൽ അവനാരാണ്? എൻ്റെ പിതാവെന്ന് നമ്മൾ പറയണമെങ്കിൽ അപ്പം നമ്മളാരാ? മനസ്സിലായോ? അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ അല്ലേ? ആരാണ്? നമ്മൾ മകനാണ്, മകളാണെന്നുള്ള ആ പൂർണ്ണ അവബോധം നമുക്കുള്ളത് കൊണ്ടല്ലേ ഞാൻ എൻ്റെ പിതാവിൻ്റെ എന്ന് പറയണത്. കണ്ടോ? അപ്പോൾ തന്നിലേക്ക് തിരിഞ്ഞ് അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ. കണ്ടോ? എൻ്റെ പിതാവിൻ്റെ. കണ്ടോ? അവൻ അപ്പോഴും ആരാണ്? പന്നിക്കൂട്ടിലാണ് കിടക്കണേ. ഈ പന്നിക്കൂട് എന്നൊക്കെ പറയുമ്പോൾ പ്രതീകമാണ് കേട്ടോ. ആ പാപാവസ്ഥയിൽ അല്ലേ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയ, ആ ദൂരദേശത്തേക്ക് പോയി എന്നൊക്കെ പറയണില്ലേ, അകന്നു പോയി. മനസ്സിലായോ? അതിനെല്ലാം പ്രതീകങ്ങളാണ്. ഇതൊരു ഉപമയാണ്. മനസ്സിലായോ? പക്ഷെ ഈ ഉപമയിലൂടെ എന്തൊരു വലിയൊരു കാര്യമാണ് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യത്തെ, ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറയെ തന്നെയാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ രാജകീയ ത്രിത്വിക ദൈവത്തിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു പാപിയോട് ത്രിത്വിക ദൈവത്തിനുള്ള സ്നേഹത്തെ ഇതിൽ കൂടുതലോ കുറച്ചോ എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? മനസ്സിലാവുണ്ടോ? അപ്പം ഇതൊരു ഉപമയാണ്, പക്ഷേ അതിൻ്റെ അന്തസത്ത മുഴുവനും, മനസ്സിലായോ, നമുക്കിതൊക്കെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു വയ്ക്കാൻ പറ്റണതാണോ? അപ്പോൾ ഇളയ മകനെ സംബന്ധിച്ച് അവൻ ഇപ്പോഴും അല്ലേ, ആ പന്നിക്കൂട്ട് അല്ലേ, ആ പാപാവസ്ഥയിലായിരിക്കുമ്പോഴും അവൻ ആരാണെന്നാണ് അവൻ മനസ്സിലാക്കണത്, അല്ലെങ്കിൽ അവൻ ചിന്തിക്കുന്നത്. അവൻ ആരാണെന്നാണ് അവൻ പറയണത്? ഞാൻ മകനാണ്. മനസ്സിലാവുണ്ടോ? ഞാൻ മകനാണെന്ന് അവൻ പറയാണ്. അതാണ്. അതിന് ഞാൻ അടിയിലോട്ടൊന്നും കൂടി വായിക്കട്ടെ. അപ്പോൾ തന്നിലേക്ക് തിരിഞ്ഞ് അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ കൂലിക്കാർക്ക് സുഭിക്ഷമായി ഭക്ഷണമുണ്ട്, ഞാനോ ഇവിടെ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. കണ്ടോ? ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ, കണ്ടോ, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. അതുകൊണ്ട് നീ എന്നെ വേലക്കാരിൽ ഒരാളായി എന്നെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു ഭാവനയിലൂടെ അല്ലേ, അവൻ അങ്ങനെ ഒരു സങ്കല്പം അല്ലേ ഹൃദയത്തിൽ സങ്കല്പിച്ചുകൊണ്ടാണ് അവൻ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ്. ഞാൻ പന്നിക്കൂടെന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, അതെല്ലാം പ്രതീകമാണ് കേട്ടോ. അത് ഫിസിക്കലി ഒരു പന്നിക്കൂടല്ല. മനസ്സിലാവണം? അപ്പം അതൊരു പ്രതീകമാ. നമ്മൾക്ക് ആ പാപത്തിൻ്റെ കാഠിന്യം, പാപം ചെയ്ത് അല്ലേ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയ അവസ്ഥയുടെ കാഠിന്യത്തെ വരച്ചു കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ആ പന്നിയെയും പന്നിക്കൂടിനെയൊക്കെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഇതെല്ലാം പ്രതീകങ്ങളാണ്. പിതാവ് ദൈവം തന്നെയായ അല്ലേ, പിതാവായ ദൈവത്തെ തന്നെയാണ് ഇവിടെ അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ആ പിതാവായ ദൈവത്തിന് രണ്ട് പുത്രന്മാരാരൊക്കെയാണ്? ഒന്ന് അല്ലെ ഫരിസേരും നിയമജ്ഞരുമായ ഒരു വിഭാഗം അല്ലേ, ചുങ്കക്കാരും പാപികളുമായ മറ്റൊരു വിഭാഗം. അപ്പം ഇവരെ രണ്ടുപേരെയും പിതാവായ ദൈവം എങ്ങനെയാ കാണണേ പറഞ്ഞേ ഒന്ന്. എങ്ങനെയാ കാണണേ? ഇപ്പം നമ്മളെന്താ വായിച്ചേ? മൂത്ത മകൻ ആരുടെ പ്രതിനിധിയായിരുന്നു? ഫരിസേയരുടെയും നിയമജ്ഞരുടെയും. ആ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും പ്രതിനിധിയായ മൂത്ത മകനെ പിറുപിറുത്ത ഇളയ മകൻ തിരിച്ചു വന്ന വേശ്യകളോട് കൂട്ടുചേർന്ന് സ്വത്തെല്ലാം ദുർവ്യയം ചെയ്ത് തിരിച്ചു വന്ന
സഹോദരനെ കണ്ടിട്ട് പിറുപിറുത്ത മൂത്ത മകനെ പിതാവായ ദൈവം തന്നെയായ പിതാവ് എന്തെന്നാ വിളിച്ചേ? എന്താ വിളിച്ചത്? മകനേ. മനസ്സിലാവുണ്ടോ? മകനെ. ഈ അർത്ഥത്തിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ലേ പറഞ്ഞു, ഈ വചനമൊക്കെ പറഞ്ഞു. എന്താണ്? നീ എന്താണ്? ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ ഒരുപോലെ മഴ വർഷിക്കുന്ന. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ വചനമൊക്കെ? ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ, അതേപോലെ തന്നെ അല്ലേ നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ ഒരുപോലെ കൃപ ചൊരിയുന്ന, മഴ വർഷിക്കുന്ന ദൈവം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതിനേക്ക് ഇവിടെ പ്രത്യേകമായിട്ട് കോട്ട് ചെയ്യപ്പെടേണ്ടതാണ് ആ വചനങ്ങളെല്ലാം. മനസ്സിലായോ പറയണേ? അപ്പോൾ ഇവർ രണ്ടുപേരും, ഈ രണ്ട് ഗണങ്ങളും, ഈ രണ്ട് വിഭാഗക്കാരും ദൈവത്തിന് ആരാണ്? മക്കളാണ്. മനസ്സിലായോ? മക്കളാണ്. പക്ഷേ യഹൂദവംശം അല്ലേ സ്വന്തം കുടുംബത്തിൽ തന്നെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. മനസ്സിലായോ? എന്താണ്? സ്വന്തം കുടുംബത്തിൽ തന്നെ, അതായത് അവർ ഓൾറെഡി ദൈവരാജ്യത്തിലാണ്, എന്നിട്ടും ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം അവർക്ക് ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാ? അതാണ് ആ ഫരിസേയ അവസ്ഥ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ ഇളയ മകൻ അവൻ പറയണം ഞാൻ മകനാണ്. മനസ്സിലായോ? ഞാനിപ്പോഴും മകനാണ്. മനസ്സിലായോ? പക്ഷെ മൂത്ത മകൻ അത് പറയാൻ പറ്റുന്നില്ല. പക്ഷെ പിതാവായ ദൈവം പറയാണ് ഇവർ രണ്ടുപേരും എൻ്റെ മക്കളാണ് എന്ന് പിതാവ് പറയാം. ഞാൻ ഒന്നും കൂടി മൂത്ത മകൻ്റെ ഭാഗം ഒന്നും കൂടി വായിക്കട്ടെ. മൂത്ത മകൻ്റെ ഭാഗം 25 മുതൽ 15-ാം അധ്യായം 25 മുതൽ ഒന്നും കൂടി വായിക്കാം. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതവും നൃത്താഘോഷവും കേട്ടു. അവനൊരു വേലക്കാരനെ വിളിച്ച് എന്താണിതൊക്കെ എന്ന് തിരക്കി. അവൻ പറഞ്ഞു, നിന്റെ സഹോദരൻ വന്നിട്ടുണ്ട്. അവനെ സുഖമായി തന്നെ തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുപ്പിച്ച കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ ക്രുദ്ധനായി അകത്തു കയറാൻ വിസമ്മതിച്ചു. കണ്ടോ? അവന് ദേഷ്യം വന്നു. മനസ്സിലായോ? ഇതാണ് ഫരിസേയ മനോഭാവം. മനസ്സിലായോ? അവന് ദേഷ്യം വന്നു. അവൻ വിസമ്മതിക്കുകയാണ് ഭവനത്തിലേക്ക് കയറാൻ വേണ്ടി. അപ്പോൾ അകത്തേറെ അപ്പോൾ പിതാവ് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്തു? സാന്ത്വന വാക്കുകളൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാം. എന്നാൽ അവൻ പിതാവിനോടൊപ്പം പറയാണ്. അവൻ എന്ത് പറഞ്ഞു? നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു. ഞാൻ നിനക്ക് ദാസനായിരിക്കുന്നത് എത്ര വർഷമായി? നീ പറയുന്ന എല്ലാ ജോലികളും എല്ലാ കൽപ്പനകളും ഞാൻ പാലിക്കുന്നുണ്ട്. മനസ്സിലായോ? കൽപ്പനകൾ ഞാൻ പാലിക്കുന്നുണ്ട്. മനസ്സിലായോ? നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നിട്ടില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ, കണ്ടോ, നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുപ്പിച്ച കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനേ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ മനസ്സിലായത് ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് സ്വന്തം ഭവനത്തിൽ നഷ്ടപ്പെട്ട ആ ഒരു നാണയത്തെ ആ സ്ത്രീ കണ്ടെത്തിയോ ഇല്ലയോ എന്നതുപോലെ തന്നെ സ്വന്തം ഭവനത്തിൽ നഷ്ടപ്പെട്ടു പോയ തൻ്റെ മൂത്ത മകനെ, അതായത് തൻ്റെ ഓഹരി മേടിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയ ധൂർത്തുപുത്രനായ ഇളയ മകനെ അവൻ വീണ്ടെടുത്തു, തിരിച്ചു പിടിച്ചു. പിതാവ് തിരിച്ചു പിടിച്ചു. അതോടൊപ്പം തന്നെ സ്വന്തം ഭവനത്തിൽ നഷ്ടപ്പെട്ട
മൂത്ത മകനെയും തിരിച്ചു പിടിക്കുക. മനസ്സിലാവുണ്ടോ? മകനെ, നീ എപ്പോഴും എൻ്റെ കൂടെയാണ്. അപ്പം എനിക്ക് തോന്നണതേ, ഇതെൻ്റെ സ്വന്തം ഒരു ഇതാണ് കേട്ടോ, കാഴ്ചപ്പാടാണ്. അപ്പം എനിക്ക് തോന്നണം, ഈ മകനെ എന്ന് മൂത്ത മകൻ്റെ മുഖത്ത് നോക്കി പിതാവ് വിളിക്കുമ്പോൾ അവൻ മാനസാന്തരപ്പെട്ട് കാണില്ലേ? മനസ്സിലാവുണ്ടോ? മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്, മനസ്സിലായോ എന്ന് പറഞ്ഞപ്പോൾ അവനെ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലയോ? അവനെ സ്പർശിച്ചിട്ടുണ്ടാകുമോ ഇല്ലയോ? മനസ്സിലാവുണ്ടോ? തീർച്ചയായിട്ടും അവൻ പെട്ടിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണതും വിശ്വസിക്കുന്നതും. അപ്പോൾ രണ്ട് അവസ്ഥയിലുള്ള അല്ലേ, യഹൂദരെയും അല്ലെങ്കിൽ ഫരിസേയ നിയമജ്ഞരായ ആ ഗണത്തെയും ചുങ്കക്കാരും പാപികളുമായവരെയും കർത്താവ് വീണ്ടെടുക്കുന്നൊരു രംഗം കൂടിയാണ്. മനസ്സിലാവുണ്ടോ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒരു വസ്തുതയും കൂടി ഇതിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ? അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാൻ ഇത്ര നാളും മൂത്ത മകൻ വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ളത് ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് അത്രത്തോളം വ്യക്തത വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് ഇന്നലെ ഈ 2 ദിവസത്തിൻ്റെ ഇടയിലാണ് മകനെ എന്ന് മൂത്ത മകൻ്റെ മുഖത്ത് നോക്കി പിതാവ് വിളിക്കുമ്പോൾ അവന് മാനസാന്തരപ്പെടാതിരിക്കാൻ കഴിയുമോ? മാനസാന്തരപ്പെടാതിരിക്കാൻ കഴിയുമോ? മനസ്സിലായോ? തീർച്ചയായിട്ടും അവൻ എപ്പോൾ മാനസാന്തരപ്പെട്ടെന്ന് ചോദിച്ചാൽ മതി. മനസ്സിലായോ? അങ്ങനെ 2 ഭവനത്തിന് പുറത്ത് നഷ്ടപ്പെട്ട കാണാതായ ആടിനെയും ഭവനത്തിൽ തന്നെ നഷ്ടപ്പെട്ട നാണയത്തെയും കർത്താവ് വീണ്ടെടുക്കുകയാണ് ഇവിടെ. അങ്ങനെ പറയാനാണ് എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ തോന്നുകയാണ്. മനസ്സിലായോ? ഇത് വെറും തോന്നലല്ല, അതങ്ങനെ തന്നെ സംഭവിച്ചിട്ട് ഉണ്ടായതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഉപമകൾ ഇവിടെ എഴുതി വച്ചിരിക്കണേ. അപ്പം ഇതൊന്നും അല്ലട്ടാ, ഇത് കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഫുട് നോട്ടിലൊക്കെ ഇനി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി, ഫുട് നോട്ടിൽ എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ധൂർത്തുപുത്രൻ്റെ ഉപമയെന്ന് പറയുമ്പോൾ ഇതുമായിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1400 ഇപ്പം അതെടുക്കണ്ട, 1439 1439 1439 അതും കൂടിയും ഇതിനോട് ഈ സുവിശേഷ ഭാഗവുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. മനസ്സിലായോ? ഈ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം ആയ വിശുദ്ധ സുവിശേഷ ഭാഗവും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1439 ഖണ്ഡികയും ഒരുമിച്ച് ചേർത്ത് വായിക്കേണ്ടതാണെന്ന് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഇപ്പം നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ധാരണ കിട്ടിയോ? ഈ ഉപമനെ കുറിച്ചൊരു ധാരണ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ആ ഒരു ഗ്രാഹ്യത്തിൻ്റെ ഒരു ചെറിയൊരു അംശം, അതിൻ്റെ യഥാർത്ഥ ഇതിലോട്ടൊന്നും കൊണ്ടുപോകാനോ പറഞ്ഞു തരാനുള്ള കഴിവൊന്നും എനിക്കില്ല. പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു ഒരു മണൽത്തരി അനുഭവം നമുക്ക് കിട്ടിയോ? മനസ്സിലായോ? ഈ കാണാതെ പോയ ആടിൻ്റെ ഉപമയും കാണാതായ നാണയത്തിൻ്റെ ഉപമയും ഈ 2 പുത്രന്മാരും തമ്മിൽ ബന്ധമുണ്ട്. മനസ്സിലായോ? ബന്ധമുണ്ടെന്ന് മനസ്സിലായോ? അത് മനസ്സിലായല്ലോ. മനസ്സിലായോ? ഒരാൾ സ്വന്തം ഭവനത്തിൽ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഒരാൾ അല്ലേ കാണാതായ പോയ ആടിൻ്റെ ഉപമയുമായിട്ട് ചേർക്കപ്പെടുന്നു. അപ്പോൾ ഒരാൾ പുറത്ത് നഷ്ടപ്പെട്ടു, ഒരാൾ വീട്ടിൽ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ 2 പേരെയും കണ്ടെത്തിയിരിക്കുന്നു. അതാണ് മറ്റൊരു കാര്യം, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട കാര്യം. അപ്പം ഇവിടെ നമ്മളെപ്പോഴും ഈ സുവിശേഷ ഭാഗത്തിൽ ഇളയ പുത്രനായ ധൂർത്തുപുത്രനെയാണ് നമ്മൾ കൂടുതൽ പ്രഘോഷിക്കുകയും കൂടുതൽ പറഞ്ഞ് വാചാലനാകാറുള്ളത്, പ്രാസംഗികൻ അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോഴും. പക്ഷെ മൂത്ത മകൻ അതോടൊപ്പം അതേപോലെ തന്നെ
ചേർത്ത് നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ്. മനസ്സിലായോ? മൂത്ത മകനും ചേർത്ത് നിർത്തപ്പെടേണ്ട വ്യക്തിത്വമാണ് ഈ സുവിശേഷ ഭാഗത്തിൽ. മനസ്സിലാവുണ്ടോ? രണ്ടും പ്രാധാന്യം അറിയിക്കുന്നു. ധൂർത്തുപുത്രൻ മാത്രമല്ല, മൂത്ത മകനും അവൻ്റെ ജ്യേഷ്ഠ സഹോദരനും പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അവർ രണ്ടുപേരും ആ രക്ഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം കേട്ടോ. അപ്പം ഇനിയും നമുക്ക് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2640 തന്നെ വരാം, 40 തന്നെ വരാം. അപ്പോൾ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞ് നമുക്കത് അവസാനിപ്പിക്കാം. ഞാൻ ഒന്നും കൂടി ആദ്യം തൊട്ട് അത് വായിക്കട്ടെ. വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ പലപ്പോഴും ക്രിസ്തുവിൻ്റെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി വിസ്മയവും സ്തുതിയും പ്രകടമാക്കുന്നു. അപ്പോൾ ഈ സെൻറ്റൻസിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഇതിനേക്കാൾ കൂടുതൽ എന്ത് വിസ്മയമം ആണ് നമ്മൾ ഓരോരുത്തരും സുവിശേഷത്തിൽ കണ്ടേക്കണേ? ഇതിനേക്കാൾ ഉപരിയായി എന്ത് വിസ്മയമാണ് സുവിശേഷത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് വേണ്ടത്? മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് ഈ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നത്. ഏറ്റവും വലിയ വിസ്മയവും സ്തുതിയും പ്രകടമാക്കേണ്ടത് ഈ കാര്യത്തിന്മേലല്ലേ? മനസ്സിലായോ? അപ്പോൾ വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ പലപ്പോഴും ക്രിസ്തുവിൻ്റെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി വിസ്മയവും സ്തുതിയും പ്രകടമാക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അവ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് ഊന്നിപ്പറയുന്നു. ജെറുസലേമിലെ സമൂഹം, ഇവിടെ 4 പോയിന്റുകൾ പറയാനുണ്ടോ, 4 ഭാഗങ്ങളാക്കി 4 കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. എന്തൊക്കെയാണെന്ന്? ജെറുസലേമിലെ സമൂഹം. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? അല്ലെങ്കിൽ സുവിശേഷം അല്ലെങ്കിൽ അപ്പസ്തോല പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ എന്തെന്നാണ് അതിനെ വിളിക്കുക? ജെറുസലേമിലെ സമൂഹത്തിന് എന്തെന്ന് വിളിക്കും? ആദ്യ ക്രൈസ്തവ സമൂഹം എന്ന് വിളിക്കും, ഇല്ലേ? അപ്പസ്തോല പ്രവർത്തനം എടുത്തേ, നിങ്ങൾ എടുത്ത അപ്പസ്തോല പ്രവർത്തനം ഈ പഠന ബൈബിളിൽ നിന്ന് തന്നെ എടുത്തോ കേട്ടോ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം എടുത്തേ, 2-ാം അധ്യായം അതിൻ്റെ 37 മുതൽ 47 വരെയുള്ള വചനങ്ങൾ ഞാൻ വായിക്കാൻ പോവാണ്. പെട്ടെന്ന് എടുത്തോട്ടോ, ഞാനിതിന് പെട്ടെന്ന് ഇങ്ങനെ ഇത്തിരി സ്പീഡിൽ വായിക്കാൻ പോണേ. അതായത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 37 മുതൽ 47 വരെയുള്ള വചനങ്ങൾ ഞാൻ വായിക്കാൻ പോവാണ്. അത് ഓടിച്ചിങ്ങനെ വായിക്കാൻ പോകണം. അപ്പോൾ അവിടെ കണ്ടോ, അതിൻ്റെ ഹെഡ്ലൈൻ കണ്ടോ? ആദിമ ക്രൈസ്തവ സമൂഹം. ഇതാണ് ജെറുസലേമിലെ സമൂഹം. മനസ്സിലായോ? ആദിമ ക്രൈസ്തവ സമൂഹം. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ പക്കലേക്ക് വിളിക്കുന്ന ഏവർക്കുമുള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്നവർ ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം സ്വീകരിച്ചവർ സ്നാനപ്പെട്ടു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർക്കപ്പെട്ടു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥനകൾ എന്നിവയിൽ സ്ഥിരതയോടെ നിന്നിരുന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു. വിശ്വസിച്ചവരെല്ലാം ഒരുമിച്ചായിരുന്നു. എല്ലാം അവർക്ക് പൊതുവായിരുന്നു. അവർ തങ്ങളുടെ വകകളും സ്വത്തുക്കളും വിറ്റുകിട്ടിയത് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. കണ്ടോ? എല്ലാവരും വിറ്റുകിട്ടിയതേ ഇത്തിരിച്ചല്ല, ആവശ്യാനുസരണം. അല്ലാണ്ട് നമുക്ക് വിറ്റ് കിട്ടിയ നമ്മുടെ സ്വത്ത് വിറ്റ് കിട്ടിയിട്ട് കുറച്ച് കൊടുത്തേക്കാം, ദശാംശം കൊടുത്തേക്കാം, ആർത്തമല്ല, അല്ലെങ്കിൽ ആ പ്രവൃത്തിയല്ല. വിറ്റ് കിട്ടിയത് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. ഇതാണ് ആദിമ ക്രൈസ്തവ സമൂഹം, ജെറുസലേമിലെ സമൂഹം. അവർ ഏകമനസ്സോടെ അനുദിനം വിശ്വസ്തയോടെ ദൈവാലയത്തിൽ ചെലവഴിക്കുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ആനന്ദത്തോടും ഹൃദയലാളിത്യത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും ജനം മുഴുവൻ്റെയും പ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു.
അപ്പം ഞാനതൊന്ന് വായിച്ചെന്നുള്ളൂ. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ജെറുസലേമിലെ സമൂഹം എന്ന് പറയുമ്പോൾ. ഇനി അടുത്തത് എന്താണ്? പത്രോസും യോഹന്നാനും സുഖപ്പെടുത്തിയ രോഗി. അതാരാണത്? പത്രോസും യോഹന്നാനും സുഖപ്പെടുത്തിയ രോഗി ആരാ? അതാണ് അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം. തുടങ്ങുന്നത് എന്തെന്നും പറഞ്ഞാൽ മുടന്തന് സൗഖ്യം. കണ്ടോ, എന്തെന്നാണത്? മുടന്തന് സൗഖ്യം. ആരൊക്കെയാണ് സൗഖ്യപ്പെടുത്തിയത്? സൗഖ്യപ്പെടുത്തിയത് കർത്താവാണ്. ആരിലൂടെയാണ് സൗഖ്യപ്പെടുത്തിയത്? പത്രോസിൻ്റെലൂടെയും യോഹന്നാനിലൂടെയും. അത് ഞാൻ ഒന്ന് വായിക്കട്ടെ അത്. അപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം, മുടന്തന് സൗഖ്യം എന്നുള്ളത്. പത്രോസും യോഹന്നാനും 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് ദൈവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ദൈവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദരം എന്ന് വിളിക്കപ്പെടുന്ന ദൈവാലയവാതിക്കലിൽ ദിനം തോറും കിടത്തുമായിരുന്ന ജന്മനാ മുടന്തനായ, കണ്ടോ, അവൻ ജന്മനാ മുടന്തനാണ്. അപ്പം അത് വലിയൊരു കാര്യമുണ്ട്. ജന്മനാ മുടന്തനാണെങ്കിലും എല്ലാ ദിവസവും ഇവനെ കൊണ്ടുവന്ന് ആ സുന്ദര കവാടത്തിനും ദൈവാലയത്തിൻ്റെ ആ വാതിക്കൽ കൊണ്ടുവന്ന് ഇരുത്താൻ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു ദൈവപരിപാലനയുടെ ഭാഗമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജന്മനാ മുടന്തനായ ഒരുത്തനെ ഭിക്ഷയാചിക്കാൻ വേണ്ടിയിട്ട് അവൻ ദൈവാലയത്തിൻ്റെ കവാടത്തിൽ കൊണ്ടുവന്ന് അനുദിനം എല്ലാ ദിവസവും കൊണ്ടുവന്ന് ഇരുത്തുമായിരുന്നു. അപ്പം അതൊരു ദൈവപരിപാലനയുടെ ഭാഗമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. ആരോരും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നെങ്കിൽ അവൻ എങ്ങനെ അവിടെ വന്നിരിക്കുക? അപ്പം അവിടെയും ദൈവപരിപാലനയിലാണ് അവൻ ജീവിക്കണേ. കണ്ടോ, ദിനം തോറും കിടത്തുമായിരുന്ന ജന്മനാ മുടന്തനായ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവന്നു. പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പത്രോസ് പറഞ്ഞു, സ്വർണമോ വെള്ളിയോ എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. ബാക്കി ഞാൻ വായിക്കുന്നില്ല, ബാക്കി അറിയാലോ. അവൻ സുഖപ്പെട്ടതും അല്ല. അവൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പ്രകീർത്തിക്കുകയും ദൈവത്തെ പ്രഘോഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവൻ ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ, ഞാൻ അതും കൂടി ഒന്ന് വായിച്ചേക്കാം. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദൈവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനം മുഴുവനും കണ്ടു. ദൈവാലയത്തിൻ്റെ സുന്ദര കവാടത്തിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി. അവർ അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും സംഭ്രമവും നിറഞ്ഞവരായി. അപ്പം ഇതാണ് അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതെല്ലാം ഇപ്പം ഞാൻ ഒന്ന് വായിച്ചെന്നുള്ളൂ. CCCയിൽ അടുത്ത പോയിന്റിലേക്ക് വരുന്നത് എന്താണ്? ഇപ്പം ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ജെറുസലേമിലെ സമൂഹം അല്ലെങ്കിൽ ആദിമ ക്രൈസ്തവ സമൂഹം. രണ്ടാമത്തെ എന്തായിരുന്നു? പത്രോസും യോഹന്നാനും സുഖപ്പെടുത്തിയ രോഗി. മൂന്നാമത് എന്താണ്? അതിൻ്റെ പേരിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ജനക്കൂട്ടം. അപ്പോൾ ആ ജനക്കൂട്ടത്തേക്കാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടേ, അല്ലെങ്കിൽ ആ വചനഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ അതിന് ഫുട്നോട്ടിൽ CCCയിൽ ഫുട്നോട്ടിൽ അതിൽ കുറച്ച് വചനഭാഗങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 2:47, 3-ാം അധ്യായം 9-ാമത്തെ വചനം, 4-ാം അധ്യായം 21-ാമത്തെ വചനം, 13-ാം അധ്യായം 48-ാമത്തെ വചനം. ഇതെല്ലാം ദൈവത്തിൻ്റെ ഈ പ്രവൃത്തികൾ കണ്ടിട്ട് ജനങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവത്തെ പ്രഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗത്തെയാണ് അവിടെ ആ വചനക്കോട്ടുകളൊക്കെയാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ പോണില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ജെറുസലേമിലെ സമൂഹം, പത്രോസും യോഹന്നാനും സുഖപ്പെടുത്തിയ രോഗി, അതിൻ്റെ പേരിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ജനക്കൂട്ടം. നാലാമത്തെ പോയിന്റ് എന്താണ്? സന്തോഷിക്കുകയും ദൈവവചനത്തെ സ്തുതിക്കുകയും ചെയ്ത പീസിദിയാക്കാരായ വിജാതിയർ. എന്തായാലും നമുക്കൊന്ന് വായിച്ചേക്കാം അല്ലേ? എന്തായാലും ആ 123 എഴുതിയിട്ട് CCCയിൽ ഫുട്നോട്ട് നോക്കിയ 123 എന്തൊക്കെയാണ് വചനഭാഗങ്ങൾ പറഞ്ഞിരിക്കണേ. ഇപ്പം നമ്മൾ ഇപ്പോൾ വായിച്ചതൊക്കെ തന്നെയാണ് കൂടുതലും, എന്നിരുന്നാലും ഒന്നും കൂടി വായിക്കാം. ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ വചനഭാഗം എന്താണ്? 2:47. അപ്പസ്തോല പ്രവർത്തനം 2:47. 2:47 വായിക്കട്ടെ.
അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. ഇനി 3-ാം അധ്യായം 9-ാമത്തെ വചനം. അവൻ നടക്കുന്നതും, അതായത് ഈ മുടന്തനായ ജന്മനാ മുടന്തനായവന് സൗഖ്യം കിട്ടിയതിന് ശേഷം അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു. ഇനി 4-ാം അധ്യായം അപ്പസ്തോല പ്രവർത്തനത്തിൽ തന്നെയാണ് കേട്ടോ. 4-ാം അധ്യായം 21-ാമത്തെ വചനം. 4-ാം അധ്യായം 21-ാമത്തെ വചനം എന്താ? അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. ഏത്? ഈ അപ്പസ്തോലന്മാരേക്ക്, പത്രോസിനേക്ക്. അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല, കാരണം ജനത്തെ അവർ ഭയപ്പെട്ടു. പിന്നെ അടിയിലേക്ക് വരുന്ന വചനഭാഗമാണ് നമ്മുടെ ഇതിലേക്കുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ടത്. അവർ ഭയപ്പെട്ടു. എന്തെന്നാൽ അവിടെയുണ്ടായ സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഈ പ്രവൃത്തികളെല്ലാം കണ്ടിട്ട് എന്താണ്? ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പ്രകീർത്തിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജനം. അപ്പം അതിൽ വിജാതീയരടക്കമാണ് പറയണേ, വിജാതീയരും. മനസ്സിലായി? ഇനി എന്തെന്നാണ്? 13-ാം അധ്യായം. 13-ാം അധ്യായത്തിലും എന്താണ്? 13:48 അപ്പസ്തോല പ്രവർത്തനം തന്നെ 13-ാം അധ്യായം 48-ാമത്തെ വചനം എന്താ പറയണേ? ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതിയർ സന്തോഷഭരിതരായി കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു. നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. കണ്ടോ? ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതിയർ സന്തോഷഭരിതരായി കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു. അപ്പം ഇതെല്ലാമാണ് ആ CCCയിലെ വചനക്കോട്ടുകൾ എഴുതിയിരിക്കുന്നത്. അപ്പം അത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനൊന്നും കൂടി ആ 2640-ാമത്തെ ഖണ്ഡിക ഒന്നും കൂടി വായിക്കട്ടെ. വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ പലപ്പോഴും ക്രിസ്തുവിൻ്റെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി വിസ്മയവും സ്തുതിയും പ്രകടമാക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അവ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് ഊന്നിപ്പറയുന്നു. പക്ഷേ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് ഊന്നിപ്പറയുമ്പോഴും ആരുടെ നാമത്തിലാണ് സൗഖ്യം അല്ലേ എന്ന് നമ്മൾ കണ്ടു. ജെറുസലേമിലെ സമൂഹം, പത്രോസും യോഹന്നാനും സുഖപ്പെടുത്തിയ രോഗി, അതിൻ്റെ പേരിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ജനക്കൂട്ടം. 4-ാമത്തെ കാര്യം, സന്തോഷിക്കുകയും ദൈവവചനത്തെ സ്തുതിക്കുകയും ചെയ്ത പിസിദിയക്കാരായ വിജാതീയർ. അപ്പം ഇവരെല്ലാം ആ വചനത്തിലൂടെ അവർ ആ ഭാഗം കോട്ട് ചെയ്തിരിക്കുകയാണ് CCCയിൽ. മനസ്സിലാവുന്നു? അപ്പം ഇതാണ് 2640-ാമത്തെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ആ ഖണ്ഡിക. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, സ്തുതിക്കാം. Hallelujah, praise you Lord, thank you Lord, praise you Jesus, hallelujah, thank you Lord, praise you Jesus, hallelujah, hallelujah, thank you Lord, praise you Jesus, hallelujah, hallelujah. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഓഫ് ചെയ്തിട്ട്